എത്ര നാളെ എടുത്തിട്ട്? ഇത് ഡിസംബർ ക്രിസ്മസിന്റെ ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്തത്. വണ്ടി ലോഞ്ച് ആയപ്പോഴേ പ്രീ ബുക്ക് ചെയ്തേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ കിട്ടിയ വണ്ടി ഇറങ്ങി തുടങ്ങി. വേരിയന്റ് ഏതാണെന്നറിയാം? ഡെൽറ്റ. നെക്സൈലല്ലേ? നെക്സൈൽ. ആക്ച്വലി എനിക്ക് ഒരു ഇതിനോടായിരുന്നു താല്പര്യം, സെഡാനോടായിരുന്നു താല്പര്യം. വെർണയാണ് നോക്കിയത്. ആ സമയത്ത് എനിക്കൊന്ന് വെർണ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയെന്ന് തോന്നില്ലേ? അത് നിർത്തിയോ? അല്ല, ഈ ഫേസ് ലിഫ്റ്റ് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വന്നില്ല, അത് കൊറിയയിൽ വന്നതേ ഉള്ളൂ. അപ്പൊ അത് വരുമെന്നുള്ള അറിയാം. പിന്നെ എന്തായാലും നമ്മള് CRD എടുക്കത്തില്ല, അപ്പൊ അതിന്റെ MBA എഞ്ചിനാ. MBA എഞ്ചിൻ ഞാൻ ഓടിച്ചില്ല, അപ്പന്റെ ഒരു യൂസിന് അത് നമുക്ക് വರ್ತല്ല. പിന്നെ എനിക്കാണെങ്കിൽ അപ്പനാണെങ്കിൽ ഒരു പെർഫോമൻസ് വലിയ നിർബന്ധമില്ല കേട്ടോ. ഞങ്ങൾ സിയാസ് നോക്കാം. സിയാസിന്റെ വന്നപ്പം അത് നല്ല വണ്ടിയാണ്, നമുക്ക് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, വീട്ടിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ല, അപ്പനൊരു എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് അപ്പന് റയറായിട്ട് ഫീൽഡ് വിസിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോണ്ടി വരുമ്പം ചില സമയത്ത് അവിടെ ഓഫീസിൽ നിന്ന് വണ്ടി ഇല്ലെങ്കിൽ അപ്പൻ നമ്മുടെ കാറിൽ പോകും. അപ്പൊ അവിടുത്തെ ഓട്ടത്തിനും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ടെറൈന് സിയാസ് അത്ര പാടാ. ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. ക്ലിയറൻസ് കുറവ് മാത്രമല്ല, ഫ്രണ്ട് ഓവർഹാങ് നല്ല കൂടുതലാണ്. അപ്പം SUV നോക്കാന്ന് വെച്ചു. SUV അങ്ങനെ ബ്രസ ബുക്ക് ചെയ്തു, പുതിയ ബ്രസ ഇറങ്ങിയത്. അത് ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ചെയ്തില്ല, നമ്മൾ ജസ്റ്റ് ഒരിക്കല് നമ്മൾ ചെങ്ങന്നൂർ പോയപ്പോൾ ഷോറൂമിൽ, ആക്ച്വലി നമ്മളിവിടെ പുല്ലൂർ ബുക്ക് ചെയ്ത് ചെങ്ങന്നൂര് സായിയുടെ ഒരു ഷോറൂമിൽ ഇത് കിടക്കുന്നുണ്ട്. വണ്ടി ലോഞ്ചായി. ഗ്രാൻഡ് വിറ്റാര അല്ല, ബ്രസ കണ്ടോ? ഞാനും അപ്പനും അമ്മയുള്ളൂ ഞങ്ങളുടെ കാറിൽ. ഞങ്ങൾ പരുമല പോയത്. അപ്പൊ അത് ചുമ്മാ ഒന്ന് കാണാൻ കയറി ഇരിക്കാന്നും പറഞ്ഞ് നോക്കിയപ്പോ ഞാനും അപ്പനും അമ്മയും കൂടെ ചുമ്മാ ഒന്ന് പുറയിൽ ഇരുന്ന് നോക്കി. എനിക്ക് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് മാത്രമല്ല, എന്റെ കൂട്ട എന്റെ അപ്പനും അത്ര നല്ല നീളമുണ്ട്, ഈ മുട്ടിന് നല്ല ഇതുള്ള. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സീറ്റ്, സാർ പൊസിഷൻ മനസ്സിലായി കാണുമല്ലോ, ഏറ്റവും ബാക്കിട്ടായിരിക്കുന്നത്. അപ്പം തൊട്ട് പുറകെ ഇരിക്കുന്ന ആൾക്ക് ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. അവസാനം അതും വേണ്ടെന്ന് വെച്ചാണ് അവര് പറഞ്ഞ് ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട്, മറ്റന്നാളാണ് ലോഞ്ച്. അതായത് ഇതിന്റെ ലോഞ്ചിന് 3 ദിവസം മുന്നേ അത് പോയത്. അപ്പൊ അതെടുക്ക്, അന്ന് തന്നെ വില വരുമെന്ന് പറഞ്ഞിരുന്നേ. പിന്നെ വണ്ടി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ടൊയോട്ടയുടെ പ്ലാനിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പം കുറച്ചുകൂടി ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്തു. അങ്ങനെ ബുക്ക് ചെയ്തു. സെപ്റ്റംബറിൽ കിട്ടുമെന്ന് പറഞ്ഞ വണ്ടിയാണ്. സെപ്റ്റംബറിൽ കിട്ടുന്ന ഡിസംബറിൽ തന്നെ. ഈ വണ്ടിയുടെ ഏറ്റവും ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന മോഡല് ഇതാ, ഡെൽറ്റ. അതായത് ബേസ് മോഡലിന്റെ മുകളിലുള്ളത്. ഇനി ഇതിന്റെ മുകളിലൊരു 2 മോഡലുണ്ട്, സീറ്റയും ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ, സീറ്റ എന്ന് പറയുന്ന ഒരു യൂസ്ലെസ് മോഡലാണ്. കാര്യം ഇതിനേക്കാളും കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ഇത് 9 ഇഞ്ച് ആവുന്നുണ്ട്, അങ്ങനെ കുറച്ച് വേരിയേഷൻ വന്ന് ഒരു ഫുൾ ഓപ്ഷൻ എടുക്കാൻ ഒട്ടും നിർവാഹം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞ സൺറൂഫ്, മറ്റേ ഏതൊരു പ്രീമിയം സൗണ്ട് സിസ്റ്റം ഉണ്ട്, അങ്ങനെയൊക്കെ വന്ന്. കൊള്ളാം. ലൈക്ക്
പൊക്കം ഉണ്ടെങ്കിൽ ആ ഒരു ബോഡി റോളൊന്നും ഇല്ല. ബാക്കിലുണ്ട്. ആണോ? ചില സമയത്ത് ഇവിടെ ഓടിക്കളിക്കല്ലേ? ലൈക്ക് ഇത് സീറ്റ്സ് നല്ല ഗ്രിപ്പിയാണ്, സൈഡ് സപ്പോർട്ട് നല്ല ഉണ്ട്. ഈ ക്രേറ്റിയൻ സെൽറ്റോസ് ഒക്കെ കയറുന്നതിന്റെ തൊട്ട് അതിന്റെ പുറകെ നിന്നിട്ട് കയറത്തില്ലേ, അത് ഇതിന് പറ്റില്ല. പെട്ടെന്ന് ഇത് 1.2 ആണോ? 1.5 ആണെങ്കിലും 102 അത്രയും എങ്ങാണ്ടാണ് എൻ്റെ. എത്രയായി ഓൺ റോഡ്? 14 ആയില്ല. 1396. ഈ വണ്ടിയുടെ ഒന്നുമില്ലാത്തൊരു വേരിയന്റ് ഉണ്ട്, സിഗ്മ. സൗണ്ട് സിസ്റ്റം ഒന്നുമില്ല. പണ്ടത്തെ വണ്ടിക്ക് ഇങ്ങനെ ഒരു CD പ്ലെയർ വെക്കാൻ ഒരു ഗ്യാപ്പ് ഇട്ട് വരത്തില്ലേ, അതേപോലെ ഒരു സാധനം. സ്റ്റിയറിംഗിനകത്ത് സ്വിച്ചസും കാര്യങ്ങളും ഒന്നുമില്ല. തിരിച്ചോ? സാർ ഇവിടുന്ന് കൊല്ലം പോകുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ കണ്ണൻ നല്ലൊരു ആ വഴിയാവുന്നേ. ചിലപ്പോൾ കൊട്ടിയും വഴി. ഇപ്പം മറ്റേ അയത്തിലൊക്കെ പണിയായതുകൊണ്ട്. ഒരു ബാറ്ററിയുടെ സിമ്പിൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ. അത് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. മറ്റേ ഹൈബ്രിഡ് ഉണ്ടോ? ഇതിൻ്റെ അടിയിൽ ഒരു ബാറ്ററി ഉണ്ട്. ഓക്കെ. ഇന്റീരിയർ സംഭവമൊക്കെ ഒന്ന് നോക്കട്ടെ. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ടല്ലേ? സ്റ്റീൽ വീലല്ലേ? സൈസ് 17 ഇഞ്ച്, 215/60.
പുഷ്പം. ഇത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് മിഡ് വേരിയന്റിലെ എല്ലാം വരുന്നുണ്ടല്ലേ. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല, വൈസർ മാത്രം വെച്ചിട്ടില്ല. ആ മറ്റേ റെയിൻ ഗാർഡ്. ആക്ച്വലി നമുക്കൊരു ഡിസ്കൗണ്ട് പോലെ കിട്ടി, 7,000 രൂപ തിരിച്ച് കിട്ടുന്നത്. അതവർ ക്യാഷ് ആയിട്ട് തരത്തില്ല, അക്കൗണ്ട് വഴി. അപ്പം അതിന് ഡെലിവറി വേണമെങ്കിൽ പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ ഞങ്ങൾക്ക് പൊതുവേ വണ്ടി ഒന്നും ചെയ്യാണ്ട് സ്റ്റോക്ക് തന്നെ കൊണ്ടുപോകുന്നതിനാണ് താല്പര്യം. വൈൻ സ്പോട്ട് ഭയങ്കര പില്ലർ ഇച്ചിരി വലുത്. ഞാനീ കൊച്ചു വണ്ടിയാണ് ഓടിച്ചതിന് മുമ്പ് ശീലിച്ച് ഞങ്ങളുടെ വണ്ടി ഒരു സെന്നായിരുന്നു. ഇതിന്റെ ഹെഡ്ലൈറ്റും ആ ഒരു ലൈറ്റിന്റെ ഫോളോ ഓഫ് വരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും നമ്മളിരിക്കുന്ന പൊസിഷനിൽ ഒരു 2.5 മീറ്റർ ഫ്രണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 2 മീറ്ററോളം ഉണ്ട്. നമ്മളെന്തെങ്കിലും ഇരുട്ട റോഡിൽ പോകുമ്പോൾ നമ്മുടെ സൈഡൊക്കെ ഭയങ്കര ഇരുട്ടായിരിക്കും. ചില സമയത്ത് തല ഇങ്ങനെ ഇട്ട് നോക്കിട്ടെ. മൈലേജ് ഒക്കെ എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് എനിക്ക് ഹൈവേ ഒക്കെ പോകുമ്പോൾ 20.6 വരെയൊക്കെ. സിറ്റി കണ്ടീഷൻ ആണെങ്കിലോ? സിറ്റിയിൽ കൊല്ലൂർ സിറ്റി ഞാൻ ഓടിക്കുന്ന സമയത്ത് എനിക്കൊരു 13-14ഒക്കെയാണ് കിട്ടുന്നത്. എത്ര വഴി? 9,000 വഴിയില്ലേ? സർവീസിൻ്റെ ഓയിൽ ചേഞ്ച് കഴിയുമ്പോൾ മൈലേജ് കൂടുമെന്നൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ. ഇപ്പം 10,000 അല്ലേ സർവീസ്? 10,000 ഓയിൽ ചേഞ്ച് ഉള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു ആനിമേഷനൊക്കെ ഉണ്ടല്ലേ. അത് ഈ ഒരു ബാറ്ററി റീജനറേഷൻ വരുമ്പോൾ ഇപ്പം നല്ല ബാറ്ററി നല്ല ഫുൾ ചാർജ് ഇട്ടേക്കുക. ഇത് ഇവിടെ അല്ലേ? ആ ചേട്ടാ 500 പെട്രോൾ. ഗൂഗിൾ പേ ആണോ? ആ ഗൂഗിൾ പേ. ₹500 received on phone pay. ഇത് 23 ആണോ? അതെ, സ്കാൻ ചെയ്യാം. ₹100 received on phone pay. ₹500 received on phone pay. ₹50 received on phone pay. വയർലെസ് ചാർജർ എല്ലാം ഉണ്ടോ? അല്ല സാർ, ഒരു ഫുൾ ഓപ്ഷൻ ഇവിടെ ഒരു ഓക്കെ.